രാജ്യത്ത് പരമ്പരാഗത പേപ്പർ കറൻസികൾക്ക് പകരമായി പ്ലാസ്റ്റിക് അഥവാ പോളിമർ കറൻസി നോട്ടുകൾ കൊണ്ടുവരാനുള്ള നിർണായക നീക്കത്തിലാണ് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും. ഇതിനുള്ള അനുമതി ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. ഓസ്ട്രേലിയ, സിംഗപ്പൂർ, കാനഡ തുടങ്ങിയ ലോകത്തെ 60ഓളം രാജ്യങ്ങളിൽ നിലവിൽ പോളിമർ നോട്ടുകൾ വിജയകരമായി ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ പുതിയ നോട്ടുകൾ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ നോട്ടുകൾ നിരോധിക്കുമോ? എന്തൊക്കെയാണ് ഈ പുതിയ നോട്ടുകളുടെ പ്രത്യേകതകൾ? ഇത് നമുക്ക് വ്യക്തമായി തന്നെ പരിശോധിക്കാം. സാധാരണ പേപ്പറിന് പകരം പ്രത്യേക സിന്തറ്റിക് പോളിമർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നോട്ടുകളെയാണ് പ്ലാസ്റ്റിക് കറൻസി എന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് നിരവധി പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി, ഇവയ്ക്ക് 2 മുതൽ 4 മടങ്ങ് വരെ കൂടുതൽ ഈട് നിൽക്കാനുള്ള ശേഷിയുണ്ട്. അതായത് പെട്ടെന്ന് കീറിപ്പോകില്ല എന്നർത്ഥം. രണ്ടാമതായി, ഇവ വാട്ടർ പ്രൂഫാണ്. വെള്ളം നനഞ്ഞാൽ പോലും ഈ നോട്ടുകൾ നശിച്ചു പോവില്ല. മറ്റൊരു പ്രധാന കാര്യം, കേടുപാടുകൾ സംഭവിച്ച നോട്ടുകൾ റീസൈക്കിൾ ചെയ്ത് മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്നതിനാൽ ഇവ തികച്ചും പരിസ്ഥിതി സൗഹൃദമാണ്. ഏറ്റവും പ്രധാനം, വിപുലമായ സുരക്ഷാ ഫീച്ചറുകൾ ഉള്ളതിനാൽ പ്ലാസ്റ്റിക് നോട്ടുകളിൽ കള്ളനോട്ട് നിർമ്മിക്കുകയെന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാണ് ആ സുരക്ഷാ ഫീച്ചറുകളെന്ന് നോക്കാം. വ്യാജ നോട്ടുകൾ നിർമ്മിക്കുന്നത് തടയുന്നതിനായി നോട്ടിലെ ഒരു ഭാഗം പൂർണ്ണമായും സുതാര്യമായ പ്ലാസ്റ്റിക് വിൻഡോ ആയിരിക്കും. ഇതിലൂടെ നോട്ടിൻ്റെ മറുപുറം കാണാൻ കഴിയും. സാധാരണ പേപ്പറിൽ ഇത് അനുകരിക്കുക അസാധ്യമാണ്. വെളിച്ചമടിക്കുമ്പോൾ തെളിയുന്ന 3D ചിത്രങ്ങളും പ്രത്യേക ലേബലുകളും നോട്ടിലെ സുതാര്യമായ ഭാഗത്ത് ഉൾപ്പെടുത്തും. വ്യത്യസ്ത കോണുകളിൽ തിരിച്ചു പിടിച്ചു നോക്കുമ്പോൾ നിറം മാറുന്ന ഒപ്റ്റിക്കൽ വേരിയബിൾ ഇങ്ക് ഇതിൽ ഉപയോഗിക്കുന്നു. സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ അക്ഷരത്തിലുള്ള എഴുത്തുകൾ ഈ നോട്ടിലുണ്ടാകും. ഇത് സ്കാൻ ചെയ്യാനോ ഫോട്ടോസ് എടുക്കാനോ കഴിയില്ല. എന്നാൽ ഇത്തരം നോട്ടുകൾ നിർമ്മിക്കുമ്പോൾ ചില വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടി വരും. അതിൽ പ്രധാനം ഉയർന്ന നിർമ്മാണ ചെലവാണ്. പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾ നിർമ്മിക്കാൻ 30 മുതൽ 60% വരെ ചെലവ് കൂടുതലാണ്. കൂടാതെ പ്ലാസ്റ്റിക് നോട്ടുകൾ വിതരണം ചെയ്യുന്നതിനായി രാജ്യത്തുടനീളമുള്ള ATMകളിൽ ക്യാഷ് സോർട്ടിംഗ് മെഷീനുകളിലും സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. എങ്കിലും ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 10 രൂപയുടെയും 20 രൂപയുടെയും 200 കോടി നോട്ടുകൾ വിപണിയിൽ എത്തിക്കാനാണ് റിസർവ് ബാങ്കിൻ്റെ തീരുമാനം. ഇവിടെ പലരുടെയും സംശയം, പുതിയ പ്ലാസ്റ്റിക് നോട്ടുകൾ വരുന്നതോടുകൂടി നിലവിലുള്ള പേപ്പർ നോട്ടുകൾ പെട്ടെന്ന് നിർത്തലാക്കുമോ എന്നാണ്. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു ആശങ്കയും വേണ്ട. പ്ലാസ്റ്റിക് നോട്ടുകൾ വിപണിയിൽ എത്തുമ്പോഴും നിലവിലുള്ള പേപ്പർ നോട്ടുകൾ പെട്ടെന്ന് പിൻവലിക്കില്ല. ഇവ രണ്ടും വിപണിയിൽ ഒരുമിച്ച് സമാന്തരമായി ഉപയോഗിക്കാവുന്നതാണ്. കറൻസി രംഗത്ത് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നമ്മൾ.